കേരള കോൺഗ്രസ് എമ്മിനെ ഇടുക്കിയിൽ നിന്നും പുകച്ച് പുറത്തിയടിക്കണം എന്നാണ് ഇടതുപക്ഷ നേതാവ്, അതായത് CPIM-ൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CV വർഗീസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിനെതിരെ 2011 CV വർഗീസ് മത്സരിച്ചിരുന്നു. അന്ന് 15,806 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് റോഷി അഗസ്റ്റിൻ ജയിച്ചു കയറിയത്. എന്നാൽ റോഷി അഗസ്റ്റിനെതിരെ CV വർഗീസിന് ഒടുങ്ങാത്ത ചൊരുക്കുണ്ട്. തീർച്ചയായും റോഷിയെ ഒതുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി CV വർഗീസ് കാണുകയാണ്. ഇടുക്കിയിൽ താൻ വിജയിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാകും. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഒറ്റക്കെട്ടായി ഇറക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുകയാണ്. നമുക്കറിയാം, ലോക്സഭയിൽ തന്നെ വലിയ രീതിയിലുള്ള ലീഡ് അവിടെ UDF ആണ് നേടിയെടുത്തത്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി ഇപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ റോഷി അഗസ്റ്റിന് കഴിഞ്ഞു. എന്നാൽ അത് വലിയ ഭൂരിപക്ഷത്തിലല്ല. CV വർഗീസും റോഷിയും ഒരേ മുന്നണിയിലാണ് എന്നത് കരുതി CV വർഗീസ് ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴും റോഷിയോട് അടുപ്പം കാണിക്കാത്ത ഒരേ ഒരു ഇടതുപക്ഷ നേതാവ് CV വർഗീസാണ് എന്നുള്ളതിൽ ഇടുക്കിക്കാർക്ക് യാതൊരു തർക്കവുമില്ല. റോഷിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണം, കേരള കോൺഗ്രസ് എമ്മിനെ തന്നെ പുറത്താക്കണം എന്നാണ് CV വർഗീസ് പറയുന്നത്. മുന്നണിയുടെ സംവിധാനങ്ങളെയെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിൽ മുന്നണി ഔദാര്യം കൊടുക്കുന്ന സീറ്റുകളായിരുന്നു റാന്നി ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അത് തിരികെ പിടിച്ചെടുക്കണമെന്നും CV വർഗീസ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, റാന്നിയിൽ രാജു അബ്രഹാമിന് കിട്ടേണ്ടിയിരുന്ന സീറ്റാണ് പ്രമോദ് നാരായണന് കൊടുത്തത്. അത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന വരത്തർമാർക്ക് കൊടുക്കാനുള്ളതല്ല കഷ്ടപ്പെട്ട് പണിപ്പെട്ട് നേടിയെടുത്ത സിറ്റിംഗ് സീറ്റുകൾ എന്ന ഖ്യാതി CPIM-ൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ തമ്മിലടി മൂർച്ഛിക്കുമ്പോൾ തീർച്ചയായും ജോസ് കെ മാണിക്ക് തൻ്റെ പാർട്ടിയും കൊണ്ട് എങ്ങോട്ട് പോകും എന്നറിയാത്ത അവസ്ഥയിലാണ്. ഇടതുപക്ഷത്തിനകത്ത് ഇടതുപക്ഷ നേതാക്കൾ അംഗീകരിക്കുന്നില്ല. UDF-ലേക്ക് ഇനി കണ്ടുപോകരുത് എന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. ഇനി ആകെ ആശ്രയം വർഗീയതയെ കൂട്ടുപിടിച്ച് PC ജോർജ് പോയതുപോലെ BJP-യിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. ജോസ് കെ മാണിക്ക് BJP-യിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നു എന്നും വിവരമുണ്ട്. ജോസ് കെ മാണി നിലവിൽ രാജ്യസഭ MP ആണ്. BJP-യുടെ രീതിയിലേക്ക് വഴങ്ങിയാൽ രാജ്യസഭ MP ആയ ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ഹൈജാക്ക് നടത്താനുള്ള ശ്രമവും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിലേക്ക് രാഷ്ട്രീയ കളം മാറ്റുമോ ജോസ് കെ മാണി എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും ചിരകാല വൈരിയായ PJ ജോസഫിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ജോസ് കെ മാണിയും കൂട്ടരും. ഇനി തിരിച്ച് അതിശക്തമായി വരേണ്ടതായി ഉണ്ട്. പക്ഷേ അതിനുള്ള ഒരു തട്ടകവും ഇല്ല. പാലയിലൊന്നും ഇനി തിരിഞ്ഞു നോക്കിയേ വേണ്ട. കോട്ടയത്ത് ഒരു സീറ്റിലും സുരക്ഷിതരല്ല തങ്ങൾ എന്നുള്ള കാര്യം കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് കൃത്യമായി അറിയാം. ഇനി BJP-യിലേക്ക് ലയിക്കുക എന്ന ഒറ്റ വഴിയേ ഉള്ളൂ എന്ന രീതിയിലേക്കാണ് ജോസ് കെ മാണിയുടെ ചിന്ത.